അപ്പം ഇന്ന് തിരുവോണമാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് ഇനി എനിക്ക് പോയി ഒന്ന് അത്ത വിടണം. അപ്പം ഞാൻ ഇതാണ് ഞങ്ങളുടെ അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അമ്പലത്തിൽ വരെ പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ ഓണ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ധാവണി ഉടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി അമ്പലത്തിലോട്ട് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ വലിയൊരു അത്ത ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ തമ്പുരുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ തൊഴുതിട്ടൊക്കെ വെളിയിലിറങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ദാണ്ട് ഇവിടെ അടിപൊളി ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം വീഡിയോ എത്തുന്ന സമയത്ത് മൊത്തവും വെള്ളമായി കിടക്കുമായിരുന്നു. ഇപ്പോൾ ദാണ്ട് വെള്ളമെല്ലാം പറ്റി നല്ല രസമുണ്ട് കാണാൻ. മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം അവിടെ ദോശയൊക്കെ ഉണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നായിരുന്നു ഫുഡ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് അമ്മ എന്തോ ചെയ്യുന്നതെന്ന് നോക്കാം. അമ്മ ഭയങ്കര സദ്യയുടെ പ്രിപ്പറേഷനിലാണ്. നമുക്ക് എന്തായാലും അമ്മേനെ നോക്കാം. നിങ്ങൾക്ക് അമ്മേനെ കാണിച്ചു ഭയങ്കര ജോലിയിലാണ്. നമ്മൾ സാമ്പാറിനുള്ള ഐറ്റംസ് വയ്ക്കാം. അമ്മ നോക്കമ്മ കാറ്റാണ്. അമ്മയ്ക്ക് ഭയങ്കര നാടൻ ഗൈസ്. അമ്മ ഇവിടെ എന്തൊക്കെ ഉണ്ടാകുന്നു. സാമ്പാറാണ്. സാമ്പാറൊക്കെ ഉണ്ടാക്കുവാണ് അമ്മ. ഭയങ്കര ബിസിയാണമ്മ. ബിസിയാണ്. സദ്യയുടെ ഒരുക്കത്തിലാണ്. അപ്പോഴത്തേക്ക് ഞാനും പോയി ഇനി ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ അമ്മേനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു നീ സേമിയ പായസം ഒന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അമ്മ എൻ്റെ മിൽക്ക് മെയ്ഡ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു അതിലോട്ടൊന്ന് ഒഴിച്ചു. അടുക്കളയിലെ അടുത്ത പായസത്തിനുള്ള തയ്യാറെടുപ്പാണ്. അടപ്പായസത്തിന് നമുക്ക് എന്തോ ആയിരുന്നു ചവ്വരിയും മറ്റേതെന്തോ അടയൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ ഭയങ്കര തിരക്കിലാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പായസം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു. അമ്മ പായസത്തിടാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം കോരി പൊട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്ട് നമ്മൾ അടപ്പായസം എൻ്റെ അടുത്ത് പറഞ്ഞു പോയി ഇല വെട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ഞാൻ പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ നമ്മളെ സദ്യയൊക്കെ റെഡിയായി. അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമുക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ വിളമ്പി നമ്മളെല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇനി ഞങ്ങൾ അപ്പാപ്പനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ തമ്പുരു ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പാപ്പൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഹായ് ഒക്കെ തന്നു. ഇവിടെ ഭയങ്കര ഒരുക്കം കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാപ്പൻ. അപ്പോൾ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പാപ്പനെ കാണാനായിട്ട്. എല്ലാവരും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല വീഡിയോയിലുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പോവാൻ പോവാണ്. അപ്പോൾ അപ്പാപ്പൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഒരു കടയിലേക്കാണ് വന്നത്. ഇന്ന് ഞങ്ങളുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ. അപ്പോൾ ഞാനും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയൊരു ഗിഫ്റ്റാണ്, ഒരു കപ്പാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ്ട് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് എത്തിയത് ഗിഫ്റ്റ് വാങ്ങിച്ച്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കേക്ക് കട്ടിയിലൊക്കെ ഉണ്ട്. ചേട്ടന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു സർപ്രൈസാണ്. അപ്പോൾ ഇവിടെ കേക്ക് ഫസ്റ്റ് ടൈമാണ് ചേട്ടൻ്റെ കട്ടിയുടെ തിരുവോണത്തിൻ്റെ അന്ന് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ചേട്ടന് 18 വയസ്സാവുകയാണ്. കേക്കൊക്കെ കട്ട് പിന്നെ നാണ്ടെ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ നാണ്ടെ എൻ്റെ മുഖത്തൊക്കെ വെച്ച് തേച്ച് തന്ന്. പിന്നെ നാണ്ടെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്പൂരിനെ കൊണ്ടാണ് ഗിഫ്റ്റ് കൊടുപ്പിച്ചത്. അപ്പോൾ നാണ്ടെ തമ്പൂര് ആ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ചേട്ടന്. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് അങ്ങനെ നാണ്ടെ ഗിഫ്റ്റ് വാങ്ങാൻ ആദ്യം മറന്നു കേട്ടോ. അങ്ങനെ പിന്നെയാണ് ഗിഫ്റ്റ് വാങ്ങിയത്. കയ്യിലെല്ലാം ക്രീമായിട്ട് ഗിഫ്റ്റ് വാങ്ങിയാൽ ഭയങ്കര അങ്ങനെ കേക്ക് കട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കൊച്ചച്ഛൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല രസമുണ്ടായിരുന്നു. രാത്രി ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് തമ്പൂരിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ച് അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഞങ്ങളെ കൊച്ചു തിരുവോണ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.